സംസ്ഥാനത്തെന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെയും ലക്ഷദ്വീപിന് മുകളിലെ ചക്രവാത ചുഴിയുടെയും സ്വാധീനത്താൽ അടുത്ത 5 ദിവസം കൂടി വ്യാപക മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴയ്ക്കൊപ്പം ശക്തമായ ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. നാളെ 4 ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വേനൽ മഴയ്ക്ക് പിന്നാലെ കാലവർഷവും ഈ ആഴ്ച തന്നെ എത്തും. ഇന്നലെ പെയ്ത മഴയിൽ വിവിധ ജില്ലകളിലായി വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് മുന്നറിയിപ്പ് ലഭിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെയും ലക്ഷദ്വീപിന് മുകളിലുള്ള ചക്രവാത ചുഴിയുടെയും ഒക്കെ സ്വാധീനമാണ് ഇത്തരത്തിൽ ശക്തമായ മഴ തുടരാനുള്ള കാരണം. എന്തായാലും അടുത്ത 5 ദിവസം കൂടി വ്യാപകമായ മഴ തുടരാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ ഇടിമിന്നലിനും കാറ്റിനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് 4 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ജാഗ്രത നൽകണമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശം. നാളെ 4 ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വേനൽ മഴയ്ക്ക് പിന്നാലെ തന്നെ കാലവർഷവും ഈ ആഴ്ച തന്നെ എത്തുമെന്നൊരു മുന്നറിയിപ്പും ലഭ്യമാകുന്നുണ്ട്. ഇന്നലെ പെയ്ത മഴയിൽ വിവിധ ജില്ലകളിലായിട്ട് വലിയ രീതിയിൽ വ്യാപകമായിട്ടുള്ള നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ഇടിമിന്നലോടുകൂടിയ മഴ 5 ദിവസം തുടരാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്.